ടി.പി. സെൻകുമാർ നിറഞ്ഞു നിന്നപ്പോൾ ഭക്തർക്ക് ആവേശം ഇരട്ടിയാവുകയായിരുന്നു. സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കോടികൾ ചെലവിട്ട് പൊളിഞ്ഞ മതിലല്ല, തെളിഞ്ഞ ജ്യോതിയായിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ സനാതനധർമ്മം സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തിയതെന്ന് മുൻ DGPയും ശബരിമല കർമ്മസമിതി അഖിലേന്ത്യാ ഉപാധ്യക്ഷനുമായ ടി.പി. സെൻകുമാറിന്റെ വാക്കുകൾക്ക് സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. സംഗമത്തിന്റെ സ്വാഗത പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു ടി.പി. സെൻകുമാർ. സുപ്രീം കോടതി വിധിയെപ്പോലും ശരിയായ വിധത്തിൽ മാനിക്കാതെ ചില IPS ഉദ്യോഗസ്ഥരും കേരള സർക്കാരും നടത്തിയ ഹീന പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഹിന്ദു മഹാസംഗമത്തിന് കേരളത്തിൽ വേദിയായതെന്നാണ് ടി.പി. സെൻകുമാർ തുറന്നടിച്ചത്. കേരളത്തിൽ നിന്നുള്ളവരോ ശബരിമല വിശ്വാസത്തെ അറിയുന്നവരോ അല്ല കേസിൽ കക്ഷി ചേർന്നത്. ശബരിമല കർമ്മസമിതി തിരുവനന്തപുരത്ത് നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഭരണഘടന തിരുത്തണം എന്ന പരോക്ഷ ആവശ്യം ഉയർത്തി ടി.പി. സെൻകുമാർ രംഗത്ത് വന്നിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഭൂരിപക്ഷത്തിനും ഉണ്ട് എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്താൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് സെൻകുമാർ പറയുന്നത്. ന്യൂനപക്ഷ സംഖ്യ 9% നിന്നും 21% കുറഞ്ഞുവെന്ന പരിഹാസവും സെൻകുമാർ നടത്തുന്നുണ്ട്. ശബരിമല തീർത്ഥാടന കേന്ദ്രമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമല്ല. വിശ്വാസികളായ ഏതാനും യുവതീ രൂപങ്ങളെയാണ് അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സർക്കാർ എത്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സർക്കാർ സുപ്രീം കോടതിയിൽ 51 യുവതികൾ പ്രവേശിച്ചതായി നൽകിയ രേഖകൾ യാഥാർത്ഥ്യമല്ല. സർക്കാരിന് 51 എന്ന നമ്പറിനോട് പ്രത്യേകം താല്പര്യമുള്ളതിനാലാണ് ആ നമ്പർ തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. പല അമ്പലങ്ങളിലും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളാണ്. ശബരിമല ഒരു നിമിത്തവും തുടക്കവുമാണ്. സർക്കാരിൻ്റെ അടുത്ത കണ്ണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം സംരക്ഷിക്കാനുള്ള അവസാനത്തെ അവസരമായി എന്ന അറിവിൻ്റെ അവതാരമാണ് ശബരിമല പ്രശ്നം. ധർമ്മ പുനഃസ്ഥാപനം നടത്തേണ്ട സമയങ്ങളിൽ അതിക്രമിച്ചു. നിസ്സംഗരായിരുന്നാൽ ബോംബുകളും ആയുധങ്ങളും നമ്മെ ഇല്ലാതാക്കും. സർക്കാരിൻ്റെ കുതന്ത്രങ്ങൾ തകർന്നു വീഴുമെന്നും സെൻകുമാർ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.